മണമില്ലേ മണമില്ലേ സൂപ്പറല്ലേ. വയ്യാത്ത കൊച്ചു രാവിലെ മോക്ക് തക്കുടന് പോകൂല്ലേ? ആർക്കെങ്കിലും പോവും? മോന് മതിയോ? അപ്പൊ ആർക്ക് പനി? പേരെന്തോ? ഒരു നരൻ. ഓഹോ മാഗി പറഞ്ഞോയി. ഓഹോ ഒരു നരൻ. എനിക്ക് എല്ലാരും ഫിടല്ലേ? എല്ലാരും പോയിട്ട് ബാക്കി എല്ലാരും ഫിടല്ലേ? എല്ലാരും ഫിടല്ലേ? എനിക്ക് മാത്രം ഇരിക്കാൻ സീറ്റ് കിട്ടില്ല. ബൈ ഹായ് ഹൗ വാസ് ദി ഫുഡ്? വെരി ടയേർഡ്. വീട് കാണണം. നീഡ് റാത്തിക്കൽ വേണം നോക്ക്. ഇത്രയും സുന്ദരമായ പ്രകൃതി രമണീയമായ സ്ഥലം വേണ്ട? റാത്തിക്കൽ വേണം. നമ്മുടെ റാത്തിക്കലിന് ഇത്ര സുന്ദരം അല്ലല്ല എണീറ്റ് ഗെറ്റ് ലോസ്റ്റ്. മീൽ ചോദിച്ചായിരുന്നു ഇവിടെ ഇരിക്കായിരുന്നു. വീട്ടിൽ നിന്ന് ആൾക്കാർ കമ്പുള്ളവർക്ക് ഇതിനെ പറ്റി മനസ്സിലാക്കല്ലോ. ഗൈസ് നമ്മൾ ഈ വീട്ടിൽ ചെടി ചോദിക്കാൻ പോവുകയാണ്. ഇല്ല റെഡ് ചെടിയാണ്. കൊച്ചിനെ മാറ്റി അടി ഇട്ടു നോക്കാം. അവക്ക് ആദ്യമേ അടി വേണമെന്ന്. എവിടെ കാണുന്നില്ല? പാക്കേജ് അവരൊക്കെ പോയി. നമ്മളെ പിന്നെ ഇറങ്ങിയില്ല, മഴയായിരുന്നു ആ സമയത്ത്. എന്തുവാ പറഞ്ഞ ഒരു വീട്ടിൽ കയറി ചെടി മലയാളം. ഇവളൊരു പരിഷ്കാരി പെണ്ണാണ്. ചെടിക്ക് പറയാണ് എവിടെ അങ്ങ് പോ മാറിപ്പോ. ആരെയൊക്കെ പറ്റി പരദൂഷണം പറയുന്ന ആ ബ്ലോഗറിനെ നോക്കട്ടെ. ഇതല്ല വൃത്തികെട്ട ഒരു നേരത്തെ ആണെങ്കിൽ ഒരു വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു ചോദിക്കാൻ വന്നപ്പോഴേക്കും ആ ചേച്ചി പെട്ടെന്ന് ചാടി ഇറങ്ങി വന്നിട്ട് ഞാൻ തരാം. ചാടി ഇറങ്ങി വന്നപ്പോഴേക്കും സുബാന ശരി വിളിക്കും. ഞാൻ പോയിട്ട് വരാം. ചാടി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ചേച്ചി അവിടെ നിന്ന് ഓടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് അത് ചെടി വേണോ അവർ ആ വീട്ടിൽ തരൂല. എന്നിട്ട് ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നതാണെന്ന്. പിന്നെ പറയാൻ പൈസ നമ്മൾ ഞെട്ടിപ്പോയി. വീട്ടിൽ കയറി ചെടി ചോദിച്ചപ്പം ആ വീട്ടുകാർ ഓടിച്ചു. ചേട്ടൻ ഓടിച്ചു. തരൂലെന്നാ. അയ്യേ അതങ്ങനെയാണടി. വെറൈറ്റി ആയിട്ടുള്ള ചെടിയാണ് അതൊക്കെ. കണ്ട ഈ ചെറ്റനാണ് നമുക്ക് തരാത്ത. അടുത്ത വീട്ടിൽ ചോദിക്കാൻ നിൽക്കുന്നു.
ഓക്കെ. സുബ്ഹാനക്ക് വേണ്ടി നിങ്ങളുടെ വ്ലോഗർ ചെടി കക്കാൻ പോകും. ചെടി കക്കാൻ പോണു. സഫനഹാസ് വ്ലോഗർ ഒരു മൈക്ക് മേടിക്കണേ. ഇവിടെ എന്തിന്? അയ്യേ 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 അയ്യേ. കുഴപ്പമില്ല സഫ. വ്ലോഗർ സഫ. നാറി നാറി ആണോ? നമ്മൾ വീണ്ടും അവസാനം നമ്മൾ ആ ചേച്ചിയുടെ അടുത്തെത്തേണ്ടി വന്നു. ആ ചേച്ചിയുടെ ഭാഗം കട്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇല്ല, അത് കുഴപ്പമില്ല. ചേച്ചി കാണട്ടെ. നിങ്ങൾ ചേച്ചി പ്രേതമാണെങ്കിൽ ചേച്ചി പ്രേതം. ചേച്ചി പ്രേതമാണ്. ചേച്ചി കാണാല്ലേ? ചേച്ചി ആവിയായി പോയി. ചേച്ചി ബാത്റൂം ഇല്ല. കിടക്ക തന്നെയാ കണ്ടു. പ്രശ്നം എന്താണ്? പറ. ചേച്ചി ആട്ടിപ്പയച്ചു ഈ വ്ലോഗറിനെ. നിങ്ങളെ എന്നെ സപ്പ സപ്പ പറ. ഇതിലാണ് സപ്പ സപ്പ സപ്പ. അയ്യോ നമുക്ക് ചെടി കിട്ടൂലെന്ന് കളംബ്ലുപ്പ്. ചേച്ചി ബക്കറ്റും കൊണ്ട് പോണോ ചെടി കിട്ടാൻ? ചേച്ചി എനിക്ക് പേടിയാണ്. പ്രേതം വലിയ പോണോ? നമുക്ക് പോണോ? സഫ പോണോ? ചേച്ചി വല്ല പ്രേതം. ഓക്കെ, കൊറേ ഉണ്ടോ? ഓക്കെ. സഫ അതോ പൈനാപ്പിൾ? ചെടി കിട്ടി. എന്റെ വീട് കണ്ടില്ല? കണ്ട് കണ്ട്. ചേച്ചി ചേച്ചിയുടെ പേര് ചോദിച്ചപ്പോ ആ ചേച്ചിക്ക് പേരില്ല. അതിന്റെ അർത്ഥം ഇസ്കാ മത്ലബ് ക്യാ ഹേ? ഏതിന്റെ ആരും കൊടുക്കാത്ത ചേച്ചി? ആ വീട്ടിലെ ചേട്ട പ്രശ്നമാണോ? നമ്മൾ ആദ്യം ചോദിച്ചേച്ചി പോരെ. എത്രയാണ് ചേച്ചി? അതിന് നിങ്ങളൊരു ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ അവിടെ ഇതില് നിഷയുടെ ഫോൺ എടുക്കുവേ. നമ്പർ നോക്കി നടേ. ആ കൊടുക്ക. ഹായ്, സഫയുടെ വ്ലോഗാണിത്. പറ സബ. സബ എവിടെ പോണേ? വേണ്ട, മതി മതി ചേച്ചി. ആ ഉണ്ട് ഉണ്ട്. ഞാനാണ് ഇവിടെ കണ്ടത്. നിങ്ങളെ ബ്ലോഗറിന്റെ സന്തോഷം കണ്ടു. കൊച്ചിനെ ഇതുവരെ പൊക്കിയിട്ടുണ്ടോ? അവളിപ്പൊ കൊച്ചിനെ പൊക്കുന്നത് പൊക്കിയ സന്തോഷം. പിന്നെ ഇതാണ് ക്ലാര ചേച്ചിയുടെ വീട്. ക്ലാര ആന്റി. ക്ലാര ചേച്ചി നിനക്ക് എല്ലാവരും ചേച്ചി ആവണോ? നമ്മളെ പ്രായത്തെ ബഹുമാനിക്കണം. ചേച്ചി ആന്റി എന്ന് വിളിക്കുക ഉള്ളതിന്.
കണ്ടാ ഗൈസ്, ഇവർക്ക് ഇവരുടെ പ്രായം വെളിപ്പെടുത്തൂല. ഇവർക്ക് ഇപ്പൊ 10 വയസ്സെന്നാണ് അവളെ വിചാരം. കണ്ട ഒരു 30, അല്ല കണ്ടാല യഥാർത്ഥത്തിൽ 40-50 വയസ്സാണ്. ആദ്യമേ നമ്മള് കുറെ അപകടങ്ങൾ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ ബ്ലോഗ് ഇടുന്നുണ്ട്. നമുക്ക് ഇത്രയും ചെടിയാണ്, പക്ഷേ ഏറ്റവും പറഞ്ഞു ഞാൻ തന്നെ പൈസക്കാണ്. പക്ഷെ ഞാൻ പറയണ്ട കേക്ക്, അവർക്ക് സേഫല്ല, നിനക്ക് സേഫല്ല. നല്ലൊരു ഫാമിലി പ്രേതമൊക്കെ നമ്മൾ പറഞ്ഞു കളഞ്ഞു. നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് വരുമ്പോഴേക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാര്, അച്ചാച്ചനും ക്ലാര ചേച്ചിയും ക്ലാര ചേച്ചി, അച്ചാച്ചന് മത്തായി ആക്ച്വലി നമ്മളൊരു ക്രിസ്ത്യാനി പേരെന്ന് പറഞ്ഞാൽ ക്ലാര മത്തായി എന്നൊക്കെ ഇല്ലേ, അതൊക്കെ തന്നെ കിട്ടി നമുക്ക്. ഇല്ല എനിക്ക് പേടി, എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചിയുടെ സംസാരം കേട്ടപ്പം. മാഷാല്ലാ, താങ്ക് യു. സോറി ചേച്ചി, ആദ്യം നമ്മൾ എന്തോ കാണോ ഈ വ്ളോഗ്? ഈ വ്ളോഗറിന്റെ വ്ളോഗിലൊന്നും കാണൂല. അല്ല നമ്മളെ കാണും, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് തന്നെ പിന്നെ കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ഫ്യൂച്ചറിലെ സഫ ലിഫ്ന ഇത് ഞങ്ങൾ ഈ വ്ളോഗ് എടുക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി, നിനക്കൊക്കെ വേണ്ടിട്ടുണ്ട് നമ്മളൊക്കെ എടുക്കുന്നത്. നിനക്കൊക്കെ ഉണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഫ്യൂച്ചറിൽ തേനുവിന് കാണാൻ പറ്റും അവളെ അമ്മയോട് ആയിരിക്കും വന്നത്. ഇതൊക്കെ ആർക്കും കിട്ടത്തില്ല ഇങ്ങനത്തെ കൊച്ചുങ്ങൾക്ക്. ഏറ്റവും ഭാഗ്യമുള്ള സോറി പേളി മണ്ണ. ഒരു സ്റ്റിക്ക് മേടിക്കണേ സഫ, ഒരു മയക്കും കൂടെ മേടിക്കാൻ പറ്റും. സന്തോഷം. ഇത് നിങ്ങളെ മൊത്തം മനസ്സിലാവും. ഏറ്റവും ഭാര്യയാണ് ഞാൻ നിന്നത്. എപ്പോഴും പിച്ചാത്തി പൊക്കൂന്നാണ് എന്റെ പേര്. ചേച്ചി അങ്ങനെയല്ല, ഞാൻ ഇപ്പൊ ഭർത്താവിനോട് പറയുകയാണെങ്കിൽ എങ്ങനെ വന്നാലും ഞാൻ ഈ ചേച്ചിയുടെ വീട്ടിൽ വരും. ചേച്ചി അതന്നെ ഒരിക്കലും ഓ ചേച്ചി പെട്ടി പെട്ടിയും കിട്ടുന്നു. നമ്മളെ സ്നേഹവും കൂടെ കൊണ്ടായിരിക്കും. നമുക്ക് ഇവിടെ ഒരു മത്തായി ചേച്ചി, ക്ലാര ചേച്ചി, മത്തായി ചേച്ചി ക്ലാര ചേച്ചി ഉണ്ട്. കാപ്പിയാണ് ഇത് കൊക്കോടി. എനിക്ക് ഞാൻ ഇവിടെ മേടിച്ച് വീട് വെച്ച് താമസിക്കാൻ ഒത്തിരി താമസിക്കണം. ഒരു പൊട്ടലൊക്കെ ചിലപ്പോ ആ സ്റ്റെപ്പ് വണ്ടി ഉണ്ട്. ഒരു സാർ സംസാരിക്കുന്ന രീതിയാണ് നമ്മള് ബാണാസുര ഡാമിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അവിടെ കുറെ ഒട്ട വ്ളോഗ് എടുക്കുന്നത് ഗൈസ്. ഇതാണ് ഗൈസ് ഡാം. അല്ല ഇതല്ല ഗൈസ് ഡാം. എനിക്ക് വേറെ ചെറുക്കനുണ്ട്. അവർക്ക് മുനീർക്കും ഉണ്ട് അൽഫഹാം വിൽക്കുന്ന പൂർണിമ. മുനീർക്കാന്റെ സ്വർലോകത്തിലെ നമസ്കാരം, എന്റെ പേര് അല്ലാരിഫാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, സിംഗിൾ ആണ്. ഭാര്യ മക്കളുണ്ട്. എടി പാട് പാട് നീ പാട്. നമ്മുടെ നാട്ടില് നെജറം ഗബീറാണ്. ഇന്ന് മറ്റേ കൂടെ വന്ന മറ്റേ തൊട്ടക്കോ തൊട്ടക്കോ